ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ രാശി കൂറു ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അത് മിഥുനക്കൂറിന്റെ നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി. മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി ഇത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2025 ഒക്ടോബർ 18 വരെ വേഴം ജന്മത്തിലും അതിനുശേഷം 2-ലും 2025 ഡിസംബർ 5 ശേഷം വീണ്ടും ജന്മത്തിലും വരും. 2026 ജൂൺ 1 ശേഷം വീണ്ടും വേഴം 2-ലും വരും. ശനി 10-ലും രാഹു 9-ലും കേതു 5-ലും വരുന്നതിനാൽ ഈ പുതുവർഷം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഇവർക്ക്, ഈ മിഥുനക്കൂറുകാർക്ക് കിട്ടുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കണ്ടകശനിയുടെ സമയവും കൂടിയാണ്. കണ്ടകശനി തുടങ്ങിയിട്ട് കണ്ടകശനിയുടെ ആരംഭം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കർമ്മ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മത്തിൽ, പ്രവൃത്തിയിൽ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം കർമ്മ പുരോഗതി ഉണ്ടാകാനുള്ള ഒരു സമയമാണ്. വിദ്യാഗുണം ഉണ്ടാകും. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഗുണം ഉണ്ടാകും. അവർ മത്സരങ്ങളിൽ വിജയിക്കും, അല്ലെങ്കിൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെടാനും ഒക്കെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. അഭീഷ്ട സിദ്ധി ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് അവർ വിചാരിച്ച പല കാര്യങ്ങളും നേടാനും സാധിച്ചെന്ന് വരും. അഭീഷ്ട സിദ്ധി ഒരു പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല പ്രാവശ്യവും നേടാൻ വിചാരിച്ച കാര്യങ്ങൾ കിട്ടാതെ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം അഭീഷ്ടപരമായിട്ട് അവർക്ക് സിദ്ധിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ സുഖമുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർക്ക് കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു നല്ല അവസ്ഥയുണ്ടാകും. ഗ്രഹപുഷ്ടി, കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യതയുണ്ടാകും. മൊത്തം കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ബന്ധുഗുണമുണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് ഇവർക്ക് ഗുണമുണ്ടാകും. ബന്ധു വഴി ഇവർക്ക് ധനലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കൾ അച്ഛൻ വഴിയോ അമ്മ വഴിയോ അതേപോലെയുള്ള മറ്റ് സഹോദരങ്ങൾ വഴിയുള്ള ഒക്കെ ബന്ധത്തിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് ഉള്ള ബന്ധുഗുണം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ദൂരയാത്രകൾ, ഇവർ ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ദൂരയാത്ര പോകാനൊക്കെ സാധിക്കും. ആ യാത്രാ ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പിന്നെ സ്വജന ബഹുമാനം, സ്വജനങ്ങളിൽ നിന്നും ബഹുമാനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഈ മകീരം, തിരുവാതിര, പുണർദം, മുക്കാലി ഈ നക്ഷത്രങ്ങൾക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്വജനങ്ങളിൽ നിന്ന് ഇവരുദ്ദേശിക്കാത്ത ചില സമയങ്ങളിൽ സ്വജനങ്ങളിൽ നിന്ന് ഇവർക്ക് വളരെയധികം സഹായങ്ങൾ കിട്ടാനും അതേപോലെ തന്നെ മറ്റ് ഈ പല വിധത്തിലുള്ള സഹായങ്ങൾ കിട്ടാനും ഒക്കെ സാധ്യത ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകും. കൂടാതെ ഇവരെ സംബന്ധിച്ച് ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വാഹന ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന അപകടം ഉണ്ടാകും എന്നുള്ള ഭയം, അല്ലെങ്കിൽ പതന ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ രോഗങ്ങൾ, ചിലർക്ക് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ടവർക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അലസത, മടി, ഇതെല്ലാം കണ്ടകശനിയുടെ ആരംഭം കൂടിയാണല്ലോ ഇവരെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കാര്യ തടസ്സങ്ങൾ, വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും. കർമ്മപുരോഗതി പറയുന്നുണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ. എന്നിരുന്നാലും മറ്റ് സമയങ്ങളിൽ ഈ വേഴത്തിന്റെ സഞ്ചാര സമയമായി കൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ടും എല്ലാം ഇവർക്ക്
വർഷാവസാനം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കൂടാതെ ശത്രുപീഡ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവർക്ക് കണ്ടകശനിയുടെ ദോഷം മാറുന്നതിന് വേണ്ടി ഇവർ ശാസ്താപ്രീതി നേടുന്നത് നല്ലതാണ്. അതുകൂടാതെ ഇവരുടെ ദോഷാനുഭവങ്ങളിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാനായിട്ട് ഇവർ വിഷ്ണുപ്രീതി നടത്തുന്നത് നല്ലതാണ്. കൃഷ്ണന്റെ അമ്പലത്തിലോ വിഷ്ണുവിന്റെ അമ്പലത്തിലോ ഒക്കെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് വിഷ്ണുവിന് അവനാൽ കഴിയുന്ന യഥാസ്ഥിതി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ്. പിന്നെ ശനീശ്വരന് ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരി കത്തിച്ച് നീരാഞ്ജനം കത്തിച്ച് എള്ളു നിവേദ്യം വെച്ച് പിന്നെ അതേപോലെ തന്നെ എള്ളെണ്ണ സമർപ്പിച്ച് ഇതെല്ലാം ചെയ്ത് ശനിയുടെ ആ ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഈ വഴിപാടുകൾ ഇവർ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.